ബംഗ്ലാദേശിൽ ഹിന്ദുവിരുദ്ധ കലാപത്തിൽ ചൈനയ്ക്കും പാകിസ്ഥാനും വ്യക്തമായ പങ്ക്. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ബീജിംഗ് സന്ദർശിച്ചത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ഷണപ്രകാരം. ഭാരതത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ബംഗ്ലാദേശ് വഴിയുള്ള കടന്നുകയറ്റത്തിന് ചൈനീസ് നീക്കമെന്നും വിലയിരുത്തലുണ്ട്. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, നമസ്തേ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയ്ക്ക് പിന്നിൽ ചൈനയും അതുപോലെ തന്നെ പാകിസ്ഥാനും. രജനി, രോഹിണി, നമസ്തേ. വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് ഇത്. നിലവിൽ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വിരുദ്ധ കലാപം, അത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ അതിൻ്റെ ആദ്യഘട്ടം ഒരു ആഭ്യന്തര കലാപമായി തുടങ്ങി പിന്നീട് മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിടുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അത് വീണ്ടും ഹിന്ദു ക്ഷേത്രങ്ങളും ഹിന്ദു സന്യാസിമാരെയും ലക്ഷ്യമിട്ട് ആ കലാപത്തിൻ്റെ രണ്ടാം ഘട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വളരെ ശ്രദ്ധേയമായ ചില നീക്കങ്ങൾ ബംഗ്ലാദേശിലും ചൈനയിലും പാകിസ്ഥാനിലുമൊക്കെ നടക്കുന്നു എന്നതാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ഈ ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട ഇസ്ലാമിക ഭീകര സംഘടനകളുടെ നേതാക്കൾ നിലവിൽ ചൈനയിലാണ്. നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്ന ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ ഖലീഫ മൂവ്മെൻറ്റ്, ഖലീഫ കൗൺസിൽ, അതുപോലെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, ഒപ്പം ഇസ്ലാമിക് ഓർഡർ പാർട്ടി, ഇതൊക്കെ ബംഗ്ലാദേശിലെ തീവ്ര മുസ്ലിം സംഘടനകളാണ്. ഈ സംഘടനകളുടെ 14 പേരടങ്ങുന്ന പ്രതിനിധി സംഘം ഇപ്പോൾ ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിലാണ് ഉള്ളത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ഷണപ്രകാരമാണ് ഈ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ നേതാക്കൾ ഈ കലാപം നടക്കുന്ന ഘട്ടത്തിൽ ചൈനയിൽ എത്തിയിരിക്കുന്നത്. നാളെ വരെ ഇവർ ചൈനയിൽ തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ബംഗ്ലാദേശിൽ ഇത്തരം കലാപം ഉണ്ടാക്കുകയും അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഭാരതത്തിന് അനുകൂലമായ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അവിടെ അധികാരത്തിൽ നിന്നും താഴെയിറക്കുന്നു. പിന്നീട് മുഹമ്മദ് യൂനിസ് എന്ന ഒരു റിമോട്ട് കൺട്രോൾ പാവയെ പോലെയുള്ള ഒരു ഭരണാധികാരിയെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച ശേഷം അവസാന യുദ്ധം എന്ന നിലയിൽ ജിഹാദിന് ആഹ്വാനം ചെയ്തുകൊണ്ട് മുഴുവൻ മതന്യൂനപക്ഷങ്ങളെയും ഇല്ലാതാക്കുവാനുള്ള കലാപ ആഹ്വാനം നടത്തിയ ശേഷം അതവിടെ തുടങ്ങിയിട്ടതിന് ശേഷം ഈ നേതാക്കൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ഷണപ്രകാരം ഇപ്പോൾ ബീജിംഗിൽ എത്തിയിരിക്കുകയാണ്. ബീജിംഗ് ആദ്യമായാണ് ഇത്തരം മുസ്ലിം ഭീകരവാദ സംഘടനകളെ ക്ഷണിക്കുന്നത് എന്നതാണ് വളരെ ശ്രദ്ധേയമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ബീജിംഗ് പലപ്പോഴും ക്ഷണിക്കാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൻ്റെയൊക്കെ ഭാഗമായി വിവിധ രാജ്യങ്ങളിലുള്ള ഭാരതത്തിൽ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ ചൈനയിൽ പോകുന്നതും അവിടെ ഇരുന്ന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം ആലോചിക്കുന്നതും ഒക്കെ അതിൽ അത്ഭുതമില്ല. അത് വളരെ കാലഘട്ടങ്ങളായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. പക്ഷേ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് ആദ്യമായി ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളെ, പ്രത്യേകിച്ച് കലാപം നടക്കുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള നേതാക്കന്മാരെ അതിന് ആഹ്വാനം ചെയ്ത് അതിൻ്റെ ആസൂത്രണം നടത്തി അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദികളെ കൃത്യമായി തന്നെ ചൈനയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷവുമായി അതിന് കൃത്യമായ ബന്ധമുണ്ട്. മാത്രമല്ല ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും എടുത്തു കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് ബംഗ്ലാദേശിലെ ഇസ്കോണിൻ്റെ തലവനും അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകളെയൊക്കെ ഏകോപിപ്പിച്ച് നിർത്തുന്ന സന്യാസി ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിനെ അറസ്റ്റ് ചെയ്തത്. നമുക്കറിയാം, ഇപ്പോഴും അദ്ദേഹം ജയിലിൽ തന്നെയാണ്. അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെട്ടു. ഇന്നലെയും അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെട്ടു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളായ മറ്റ് ബൂത്ത് സന്യാസിമാരും ചിറ്റഗോങ്ങിലെ ജയിലിൽ തുടരുകയാണ്. ഇതിൽ നമ്മൾ എടുത്തു കാണേണ്ട ഒരു ഘടകം, 25-ാം തീയതി ഉച്ചയോടുകൂടിയാണ് ഈ സന്യാസിയെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ചിറ്റഗോങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അന്ന് വൈകുന്നേരം ബംഗ്ലാദേശ് തലസ്ഥാനമായ ഢാക്കയിലെ ചൈനീസ് എംബസിയിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ നേതാക്കൾക്ക് ഒരു വിരുന്ന് ചൈനീസ് എംബസി ഢാക്കയിൽ ഒരുക്കി എന്നതുകൂടി ഇതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കണം. അതായത് ഉച്ചയോടുകൂടി ഹിന്ദുക്കൾക്ക് ബലം നൽകുന്ന, ഹിന്ദു ഐക്യത്തിന് ആഹ്വാനം നൽകുന്ന, ഹിന്ദുക്കളും ക്രൈസ്തവരുമൊക്കെ അടങ്ങുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് കരുത്ത് പകരുന്ന ഒരു സന്യാസി ശ്രേഷ്ഠനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുന്നു. ആ അറസ്റ്റ് നടന്ന് അന്ന് വൈകുന്നേരം ചൈനീസ് എംബസി ഈ അറസ്റ്റിന് നേതൃത്വം കൊടുത്ത, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കലാപത്തിന് നേതൃത്വം നൽകുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇസ്ലാമിക് ഓർഡർ പാർട്ടിയുടെയും അതോടൊപ്പം തന്നെ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെയും ഖിലാഫത്ത് കൗൺസിലിൻ്റെയും ഒക്കെ നേതാക്കളെ ചൈനീസ് എംബസിയിൽ വിളിച്ചതിന് ശേഷം അവിടുത്തെ ചൈനീസ് അംബാസഡർ നേരിട്ട് അവർക്ക് വിരുന്ന് നൽകുകയും ഒപ്പം ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ
നിലവിൽ ചൈനയ്ക്കുള്ള ബംഗ്ലാദേശിലെ താല്പര്യം അത് കൃത്യമാണ്. കാരണം വടക്ക് കിഴക്കൻ മേഖലയിൽ കടന്നു കയറുവാൻ, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ മേഖലയെ അസ്വസ്ഥമാക്കുക എന്നത് ചൈനയുടെ വർഷങ്ങളായിട്ടുള്ള ശ്രമമാണ്. അടുത്ത കാലത്ത് അതിനായി അവർ നടത്തിയിട്ടുള്ള നീക്കങ്ങളെല്ലാം നമ്മൾ കൃത്യമായി തന്നെ പ്രതിരോധിച്ചു. കിഴക്കൻ ലഡാക്കിലെ ഗാൽവനിലെ കടന്നുകയറ്റത്തെ നമ്മൾ വിജയകരമായി തന്നെയാണ് പ്രതിരോധിച്ചത്. ഒപ്പം ദോക്ലാമിൽ 2017 ഭൂട്ടാന്റെയും ഭാരതത്തിൻ്റെയും ചൈനയുടെയും അതിർത്തി പങ്കിടുന്ന ദോക്ലാം മേഖലയിൽ സമാനമായ സ്റ്റാൻഡ് ഓഫിന് ചൈന ശ്രമിക്കുകയും നമ്മളത് പ്രതിരോധിക്കുകയും ചെയ്തു. ഇത്തരം തിരിച്ചടികളിൽ നിന്നും ചൈന ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പല അയൽ രാജ്യങ്ങൾ, ഭാരതവുമായി മികച്ച ബന്ധമുള്ള പല അയൽ രാജ്യങ്ങളിലും അസ്വസ്ഥതയുണ്ടാക്കി അവിടുത്തെ തീവ്ര സംഘടനകളെ കൂട്ടുനിർത്തി ഭാരതത്തിനെതിരെ ഒരു വികാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ്. അതിൻ്റെ ഭാഗമാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കലാപം എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ആസൂത്രണം കൃത്യമായി തന്നെ ബീജിംഗുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെയും മറ്റ് തീവ്ര ഇസ്ലാമിക സംഘടനകളുടെയും നേതാക്കൾ ഈ ഘട്ടത്തിൽ ചൈനയിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നത്. അതെ, ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കൃത്യമായ ആസൂത്രണം, ഹിന്ദു വേട്ട തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഹിന്ദു വംശഹത്യ അരങ്ങേറുന്നത്. ഇവിടെ പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശിനെ ഒരു മതരാഷ്ട്രം ആക്കാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് അതിലൂടെ ഭാരതത്തിലേക്കുള്ള കടന്നുകയറ്റം, ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലകളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുക എന്നത് തന്നെയല്ലേ? വ്യക്തമല്ലേ അവിടെ ഇവരുടെ നീക്കങ്ങൾ? രോഹിണിയും ചൈനയ്ക്കൊപ്പം പാകിസ്ഥാന്റെയും ലക്ഷ്യം രോഹിണി സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് ചൈനയും പാകിസ്ഥാനും ഒരു അച്ചുതണ്ടാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായി ഭാരതത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് ചൈനയും പാകിസ്ഥാനും. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടും നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ സാധിക്കും. അതായത് പാകിസ്ഥാൻ എംബസിയിലും സമാനമായ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതോടൊപ്പം തന്നെ മറ്റ് ഇസ്ലാമിക് റാഡിക്കൽ ഗ്രൂപ്പുകളുടെയും നേതാക്കന്മാർ കഴിഞ്ഞ സെപ്റ്റംബർ മാസം അവസാനം ഒരു വലിയ യോഗം വിളിച്ചു ചേർത്ത് അവിടെ പാകിസ്ഥാൻ എംബസിയിൽ അത്തരമൊരു യോഗം നടന്നതായി കൃത്യമായി തന്നെ പല ദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ മാധ്യമങ്ങളും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടത് കഴിഞ്ഞ നവംബർ മാസം 11-ാം തീയതി ചിറ്റഗോങ്ങിലെ തുറമുഖത്തേക്ക് ചരിത്രത്തിൽ ആദ്യമായി ബംഗ്ലാദേശ് എന്ന രാജ്യം 971-ലാണ് രൂപപ്പെടുന്നത്. അതിനുശേഷം ആദ്യമായി പാകിസ്ഥാനിൽ നിന്നും പാകിസ്ഥാൻ്റെതായ ചരക്കുമായി കപ്പലുകൾ, അതും ചൈനീസ് കപ്പലുകൾ ചിറ്റഗോങ് തുറമുഖത്തേക്ക് എത്തി എന്നുള്ളതാണ്. ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ചിറ്റഗോങ് തുറമുഖത്തേക്ക് പാകിസ്ഥാനിൽ നിന്നും ചരക്ക് കപ്പലുകൾ വന്നിട്ടുണ്ട്. അത് പാകിസ്ഥാൻ്റെതായ ഉൽപ്പന്നങ്ങളായിരുന്നില്ല, മറിച്ച് മറ്റേതെങ്കിലുമൊക്കെ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി കപ്പലുകൾ വരികയും പോകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ ശത്രുപക്ഷത്ത് നിന്നിരുന്ന, കാരണം ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിന്റെ തന്നെ അടിസ്ഥാനപരമായ കാരണം പാകിസ്ഥാനിൽ നിന്നുള്ള അവഗണനയാണ്. അല്ലെങ്കിൽ ബംഗാളി ഭാഷ സംസാരിക്കുന്ന പാകിസ്ഥാൻകാരെ ഉറുദു ഭാഷ സംസാരിക്കുന്ന പാകിസ്ഥാനികൾ തള്ളിപ്പറയുന്നു തുടങ്ങിയ വികാരത്തിൽ നിന്നാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപപ്പെടുന്നത്. അതിനുശേഷം ഈ രണ്ടു രാജ്യങ്ങളും ശത്രുപക്ഷത്ത് നിന്നിട്ടുള്ള രാഷ്ട്രങ്ങളാണ്. പക്ഷേ അവിടെ ഇപ്പോൾ മഞ്ഞുരുക്കം സംഭവിക്കുന്നു. അതിൻ്റെ കൃത്യമായ കാരണം ഇന്ത്യ വിരോധമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ തന്നെ പാകിസ്ഥാന്റെ സ്വന്തം ഉൽപ്പന്നങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ നവംബർ മാസം 11-ാം തീയതി ചൈനയുടെ കപ്പലിൽ ബംഗ്ലാദേശിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായ ചിറ്റഗോങ്ങിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിന്നിരുന്ന ശത്രുതാ മനോഭാവം ഉൾപ്പെടെ മാറ്റിവെച്ചുകൊണ്ട് ഭാരതത്തിനെതിരെ ഉള്ള നീക്കങ്ങൾക്ക് ബംഗ്ലാദേശ് കൂടുതൽ സജീവമാകുന്നു. അതിൻ്റെ ഭാഗമാണ് ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും മാറ്റിയത് എന്നതുകൂടി ഇതോടൊപ്പം കൂട്ടിവായിക്കണം. നേരത്തെ രാഷ്ട്രീയ നിരീക്ഷകരും അതോടൊപ്പം തന്നെ നയതന്ത്ര വിദഗ്ധരും ഇക്കാര്യം പലതവണ ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം ഇന്ത്യ വിരുദ്ധമായ ഒരു സർക്കാർ ബംഗ്ലാദേശിൽ സ്ഥാപിക്കുക എന്നത് പാകിസ്ഥാന്റെയും ചൈനയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. തീർച്ചയായിട്ടും ഗൗതം, കാരണം ബംഗ്ലാദേശിനെ ഒരു മതരാഷ്ട്രമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ചൈനയും പാകിസ്ഥാനും ഈ നിലപാടെടുത്തിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം അതിന് പിന്നിൽ ഉണ്ട്. നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ബംഗ്ലാദേശിൽ ഈ ദൃശ്യങ്ങൾ ജനം TV വീഡിയോ കാണിക്കണം എന്നാലേ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കൃത്യമായ വീഡിയോകൾ ഒക്കെ തന്നെ കാണിച്ചിട്ടുള്ളത് ജനം TV മാത്രമാണ്. അത് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ ഈ ചിന്മയ കൃഷ്ണദാസിന്റെ അഭിഭാഷകൻ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതെ, അദ്ദേഹം ആശുപത്രിയിൽ ICUവിൽ കഴിയുന്ന ആ ഒരു ഫോട്ടോ അടക്കം കാണിച്ചത് നമ്മളാണ്. അങ്ങനെ പല ദൃശ്യങ്ങളും മറ്റു മാധ്യമങ്ങൾ കാണിക്കാത്ത പല ദൃശ്യങ്ങളും ജനം TV വഴിയാണ് പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുള്ളത്. ബംഗ്ലാദേശിൽ എന്താണ് നടക്കുന്നതെന്നുള്ള കൃത്യമായ വിവരണങ്ങൾ ദിനം പ്രതി ജനം TV യിലൂടെ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഗൗതം ആനന്ദനാരായണൻ.